വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും ആലുവയിലേക്കും എല്ലാം തന്നെ ഒരു 20 മിനിറ്റ്സ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലെ ഒരു പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളും ഹോം തിയേറ്ററുമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും ഫോർവേ ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ബാൽക്കണി പോർഷനിലുള്ള സ്ക്വയർ ട്യൂബ് വർക്കും അതുപോലെ UPVC വിൻഡോയും എല്ലാം തന്നെ ഈ വീടിന്റെ എലിവേഷൻ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കുന്നുണ്ട്. 5 മീറ്ററോളം ഇന്റേണൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ മനോഹരമായി 2-way ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മുകൾ ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് വന്നിരിക്കുന്നത്. കൂടാതെ കോമ്പൗണ്ട് വാളിന്റെ ഉള്ളിലായി വെർട്ടിക്കൽ ഗാർഡനും വരുന്നുണ്ട്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിന് ചുറ്റും ഒരു സ്ട്രിപ്പ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വരുന്ന ഗേറ്റിന് 5 മീറ്ററോളമാണ് ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗേറ്റിന്റെ ഈ ഒരു പോർഷനിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണുള്ളത്. 19 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കാർപോർച്ചിന്റെ ഈ ഒരു സൈഡിലായി നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്, അതായത് വീടിന്റെ മുൻഭാഗത്ത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നാൽ കോമ്പൗണ്ട് വാളിൽ 2-way ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്ത ഒരു വെർട്ടിക്കൽ ഗാർഡൻ കാണാം. കൂടാതെ ഈ ഭാഗത്തായിട്ട് പ്ലാന്റർ ബോക്സ് ഒക്കെ കൊടുത്ത് ഗാർഡനും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ബേസ്മെന്റിൽ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഫൗണ്ടൻ്റെ മുകളിലായിട്ട് ഒരു ജാളി വർക്കൊക്കെ വന്ന് ആർട്ടിഫിഷ്യൽ ഗ്രാസും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് പ്ലാന്റർ ബോക്സ് ചെയ്ത് അത്യാവശ്യം ഗാർഡനിങ്ങും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലായിട്ടാണുള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ കോമ്പൗണ്ട് വാളിൽ 2-way ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന കോർട്ട്യാർഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9.5 അടിയോളം നീളവും 5.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം മനോഹരമായി ചെയ്ത ഒരു ഗാർഡൻ തന്നെ കാണാം. ചുറ്റും പെബിൾസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്കും നൽകിയിട്ടുണ്ട്. ഷൂ റാക്കിന് മുകളിലായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളിയായി വളരെ മനോഹരമായ ഡിസൈനിൽ വുഡിൻ്റെ ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം ആഞ്ഞിലിയിലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. 12.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും 5 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു പാറ്റേണിലാണ് ഇവിടെ വിൻഡോ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നു വരുന്ന ഭാഗത്ത് സീലിംഗ് ലൈറ്റ്സായി നൽകിയിരിക്കുന്നത് സിലിണ്ടറിക്കൽ ലൈറ്റാണ്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ പെയിന്റ് ഒക്കെ കൊടുത്ത് മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റും ഒരു ഹാങ്ങിങ് ലൈറ്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ബാക്കിലായി വുഡൻ ഫിനിഷിലുള്ള ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് വന്നിരിക്കുന്നത്. ടി വി യൂണിറ്റ് ഇരുഭാഗങ്ങളുമായിട്ട് ഗ്രേ വൈറ്റ് ഗോൾഡൻ കളറിലുള്ള പാനലിംഗ് ആണ് വരുന്നത്. ഫൈബർ പാനലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടി വി യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ലൂവേർഡ് ഡിസൈനുള്ള വുഡൻ ഫിനിഷിലെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് DB ബോക്സ് വരുന്നത്. ഇവിടെയായിട്ട് ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 14 അടിയോളം നീളവും 14 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വാട്ടർ ഫൗണ്ടനും നാച്ചുറൽ പ്ലാന്റും ലൈറ്റ്സും എല്ലാം ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഒരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് മനോഹരമായ ഒരു മിററും നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഞാൻ പറഞ്ഞു ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ രണ്ട് സ്പേസിനെ തമ്മിൽ ഒരു CNC കട്ടിങ് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലേക്കുള്ള വോളിലും പാനലിംഗ് വർക്ക് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ സീലിംഗിൽ സിലിണ്ടറിക്കൽ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ ഈ ഒരു വോളിലായി അത്യാവശ്യം ഡക്കർ സ്പേസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ വീട്ടിൽ V-ഗാർഡിന്റെ വയേഴ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചന്റെ ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. നാനോ വൈറ്റിന്റെ ഒരു കൗണ്ടർ ടോപ്പ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡക്കർ സ്പേസ് ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് വന്നിരിക്കുന്ന പാനലിൽ വളരെ മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെയായിട്ടും അത്യാവശ്യം ഡക്കർ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 19 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനിയും ഹുഡും ഹോബും എല്ലാം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നതാണ് ഈ ഒരു കിച്ചണിന്റെ മറ്റൊരു പ്രത്യേകത. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് ഈ ഒരു കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒരു സിങ്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളിലായിട്ട് 2 ലെയറായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു കൗണ്ടർ സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ എല്ലാവിധ സംവിധാനത്തോടും കൂടിയുള്ള ഒരു സിങ്ക് ലഭിക്കുന്നുണ്ട്. നോർത്തിലേക്ക് UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗ്രിൽ വർക്കും വരുന്നുണ്ട്. കൂടാതെ 3 ലെയറായിട്ടാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. മുകളിലായിട്ട് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി UPVC വിൻഡോ മുകളിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഷട്ടർ ടൈപ്പിലാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഓവനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ഫാനും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോയുടെ ഇരുവശത്തുമായി കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകൾ ഭാഗത്തും അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ വരുന്നു. ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഇവിടെ മുകളിലായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കബോർഡ് വർക്കുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും ഉടൻ ബീഡിങ്ങും അതുപോലെ തന്നെ സീലിംഗ് ഫാനോടും കൂടി തന്നെയാണ് സീലിംഗിൽ വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് സീലിംഗ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും മിററും എല്ലാം നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ജിബ്രിറ്റ് എന്ന കമ്പനിയുടെ ഫ്ലഷ് ടാങ്കുമാണ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെറയുടെ തന്നെ ഒരു ഷവർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്.
സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. 11.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ഫിനിഷുള്ള ബീഡിംഗ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റും ആറ്റം ബർഗിന്റെ സീലിംഗ് ഫാനോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് വരുന്നത്. മുകൾ ഭാഗത്തും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വാളിന്റെ ഫുൾ ലെങ്തിലും കബോർഡ് വർക്കുകൾ വരുന്നു. ഇതിന്റെ മുകളിലായിട്ടുള്ള സീലിംഗിൽ ഡിഫറെന്റ് കളർ നൽകി ഹൈലൈറ്റ് ചെയ്ത് വുഡൻ ഫിനിഷിലുള്ള ബീഡിങ്ങും സീലിംഗ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായ ഒരു മിററുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും മിററും എല്ലാം വരുന്നുണ്ട്. ഇവിടെ സെറയുടെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷ് ടാങ്ക് ജിബ്രിറ്റ് എന്ന കമ്പനിയുടെയാണ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഗ്ലാസിന്റെ ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സെറയുടെ തന്നെ ഒരു ഷവർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഹീറ്ററുണ്ട്, എക്സോസ്റ്റ് ഫാൻ ഉണ്ട്, അതുപോലെ തന്നെ സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്താണ് ഈ ഒരു ബാത്റൂം ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയ ഒരു പാറ്റേണിലാണ് ഇവിടെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ സീറ്റിംഗ് യൂണിറ്റ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് വരുന്നത്. ഇവിടെയായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഹാൻഡ് റെയിൽ വരുന്നത്. വുഡിന്റെ ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വോളിൽ താഴെയും മുകൾ ഭാഗത്തും ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡിലേക്ക് UPVC വിൻഡോയാണ് വരുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ്. ഒരു ഗ്ലിറ്റ് വർക്കും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഹാൻഡ് റെയിൽ വരുന്നത്. വുഡും MS-ഉം യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 14.5 അടിയോളം നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അതിനോട് ചേർന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് സീലിംഗ് വർക്കിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും 2 V-ഗാർഡിന്റെ സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ടേബിൾ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡെക്കർ സ്പേസും എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയും ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് വർക്കാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സീലിംഗിനോട് മാച്ച് ചെയ്യുന്ന കളറിലാണ് ഈ ഒരു വാൾ ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഇവിടെയായിട്ടാണ് താഴത്തെ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് പോർഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹോം തിയേറ്റർ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കുള്ള ഭാഗത്തേക്കാണ്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയുടെ ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ പെർമനന്റും 2 സൈഡിലായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് വിൻഡോ വരുന്നത്. ഇവിടെയെല്ലാം തന്നെ സീലിംഗിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. 13 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വിൻഡോയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. മുകൾ ഭാഗത്തും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ V-ഗാർഡിന്റെ ഒരു ഫാനാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റ്സും കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ ഉണ്ട്. എന്നാൽ ഗ്ലാസ് സെപ്പറേഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും സീലിംഗ് ഫാനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൽ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. 11.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ് സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റ് ഈ ഒരു ബെഡിന്റെ ഹെഡ് പോർഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാളിന്റെ ഫുൾ ഹൈറ്റിൽ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു കോർണറിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്.
എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. വാഷ് കോറിന്റെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് ഈ വീട്ടിലെ എല്ലാ ബാത്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ വരുന്നുണ്ട്. കൂടാതെ ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും സീലിംഗ് ഫാനും വന്നിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇങ്ങനെ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ആയ ഹോം തിയേറ്റർ റൂമിലേക്ക് പോകാം. ഫുള്ളി സൗണ്ട് പ്രൂഫായിട്ടാണ് ഈ ഒരു ഹോം തിയേറ്റർ റൂം ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രൊജക്ടറും ഇൻവെർട്ടർ AC-യും എല്ലാം നൽകിയിട്ടുണ്ട്. 5 സീറ്റർ ചെയറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ റിക്ലൈനിങ് ചെയറാണ് വന്നിരിക്കുന്നത്. മുകളിലായിട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് ചെറിയ LED ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും സ്പീക്കേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഷെൽഫും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 10.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് MS-ലാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ റൂഫും വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 450 മീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 2.9 കിലോമീറ്റർ, കാക്കനാടേക്ക് 8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റർ, കലൂരേക്ക് 14 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഹോം തിയേറ്ററും ഉൾപ്പെടെ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,38 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.